ദിവസങ്ങളായി നീണ്ടുനിന്ന ജീവനക്കാരുടെ ആശങ്കകൾക്കും വൻ പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ കോറോ ഹെൽത്ത് കമ്പനി തുറന്നു. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം തൃക്കാക്കര എംഎൽഎ ഉമാ തോമസ്, ലേബർ കമ്മീഷണർ സഫ്ന നസറുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് സ്ഥാപനം തുറക്കാനുള്ള തീരുമാനമുണ്ടായത്. ജൂലൈ 10 കൊച്ചിയിൽ നടക്കുന്ന കമ്പനിയുടെ ഭാവി പ്രവർത്തനം സംബന്ധിച്ചുള്ള നിർണായക ചർച്ചയിൽ തൊഴിൽ മന്ത്രിയും കമ്പനി ഡയറക്ടർ ബോർഡ് പ്രതിനിധികളും പങ്കെടുക്കും. ജീവനക്കാരുടെ ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കോറോ ഹെൽത്ത് കമ്പനി ജൂൺ 6 മുതൽ തുറന്നു പ്രവർത്തിക്കാൻ ധാരണയായി. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം തൃക്കാക്കര എംഎൽഎ ഉമാ തോമസിന്റെയും ലേബർ കമ്മീഷണർ സഫ്ന നസറുദ്ദീന്റെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായത്. മാനേജ്മെന്റിന്റെ അഭിഭാഷക പ്രതിനിധിയും കമ്പനിയിലെ തൊഴിലാളി യൂണിയൻ ഭാരവാഹികളും തമ്മിൽ നടത്തിയ വിശദമായ ചർച്ചയിലായിരുന്നു ജീവനക്കാർക്ക് അനുകൂലമായ താൽക്കാലിക തീരുമാനമുണ്ടായത്. ജീവനക്കാർക്ക് ഓഫീസിൽ കയറി ജോലി ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും രാവിലെ മുതൽ ഒരുക്കുമെന്ന് കമ്പനിയുടെ അഡ്വൈസർ വ്യക്തമാക്കിയതായി എംഎൽഎ ഉമാ തോമസ് അറിയിച്ചു. നിലവിൽ എറണാകുളത്ത് 616ഓളം ജീവനക്കാരും കോഴിക്കോട് 300ഓളം ജീവനക്കാരും ഈ സ്ഥാപനത്തെ ആശ്രയിച്ച് ജോലി ചെയ്യുന്നുണ്ട്. കോഴിക്കോട് ഡിവിഷനിലെ ജീവനക്കാരുടെ പ്രതിനിധികളും ഇന്നത്തെ ചർച്ചയുടെ ഭാഗമായിരുന്നു. ജൂലൈ 10 കൊച്ചിയിൽ കമ്പനിയുടെ ഭാവി പ്രവർത്തനം സംബന്ധിച്ച് നിർണായക ചർച്ച നടത്തും. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ, കമ്പനി ഡയറക്ടർ ബോർഡ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ യോഗത്തിലായിരിക്കും വരും ദിവസങ്ങളിലെ ശമ്പള വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുക. ന്യൂസ് ബ്യൂറോ, എറണാകുളം. അപ്പൊ മറക്കണ്ട, നേരെ സോൾട്ടിലേക്ക്. The Salt Fashion near Srinarayana Hall, Chullikal.